പാർലമെന്റ് കത്തിക്കും, നരേന്ദ്രമോദിയെ കൊന്നുകളയും, ഇന്ത്യൻ ഭരണഘടന വലിച്ചു കീറി അതിൻ്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യും. ഇങ്ങനെയൊക്കെ മനപ്പായസം ഉണ്ണാനായിട്ട് എല്ലാവർക്കും അവകാശമുണ്ട്. അതവർക്ക് ചെയ്യുകയും ചെയ്യാം. അതിനൊന്നും യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. പക്ഷേ ഇന്ത്യൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ഈ ഉം. മനപ്പായസം ഉണ്ണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും ആഗ്രഹിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത് എന്താണ്? സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഉം. നേപ്പാൾ പോലെ, ശ്രീലങ്ക പോലെ, ബംഗ്ലാദേശ് പോലെ ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കും, അല്ലെങ്കിൽ വലിച്ച് താഴത്തിടും. മോദി വിദേശത്തേക്ക് പലായനം ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒളിച്ചോടും എന്നൊക്കെയുള്ള ആഗ്രഹം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു കാരണവശാലും ഇന്ത്യയിൽ നടക്കില്ല എന്ന് ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? കാരണം വളരെ ക്ലിയറാണ്. ക്രിസ്റ്റൽ ക്ലിയറാണ്. ഒന്ന്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടുത്തെ പോലെ ഒരു ഹിപ്പോക്രസി അല്ലെങ്കിൽ ഒരു മൊണോപൊളിറ്റിക്സ് അല്ല. കൃത്യമായി ജനാധിപത്യ രീതിയിൽ ഓരോ 5 വർഷം കഴിയുമ്പോൾ കൃത്യമായി ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ വെക്കുന്നുണ്ട്. മാത്രമല്ല അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു വിഭാഗം കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ജാതി, മത സമവാക്യങ്ങൾ, അതിലുപരി ഒരുപാട് ഭാഷകളുണ്ട്, കൾച്ചറുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഭൂപ്രകൃതി തന്നെ വ്യത്യാസം. കാരണം വിശാലമായ രാജ്യമാണ്. ഇപ്പോൾ കേരളത്തിലുള്ള അതേ അവസ്ഥയായിരിക്കില്ല, കാലാവസ്ഥയായിരിക്കില്ല തമിഴ്നാട്. അവരുടെ ആവശ്യം വ്യത്യസ്തമായിരിക്കും. അവിടെ ഒന്നുകൂടി ചൂട് കൂടുതലായിരിക്കും. കേരളത്തിൽ കുറച്ച് കുറവായിരിക്കും. ഇവിടെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം. ഓരോ സ്ഥലത്തിന് ഡിഫറൻറ്റ് സാധനങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ എന്താ പറയുക, ഇപ്പോൾ ഏകദേശം 3863 ചതുരശ്ര കിലോമീറ്റർ വിശാലമായ സംസ്ഥാനമാണ് കേരളം. 32,87,263 ചതുരശ്ര കിലോമീറ്റർ വിശാലമായ ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനാധിപത്യ രാജ്യത്തെ പെട്ടെന്ന് കീഴടക്കുക അല്ലെങ്കിൽ തല കീഴ്മേൽ മറിച്ചിടുക എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ വെറും സ്വപ്നം മാത്രമാണ്. പെട്ടെന്ന് നടക്കുന്ന ഒരു പക്ഷെ ആ കാര്യമല്ല. സ്വപ്നം എല്ലാവർക്കും കാണാം കേട്ടോ. സ്വപ്നം കണ്ടോളൂ, അതെ. മനപ്പായസം ഉണ്ടോളൂ, കോൾമയർ കൊണ്ടോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊന്നും നടക്കാൻ അതൊക്കെ പോകുന്നില്ല ഉറക്കത്തിൽ എന്നുള്ളതാണ്. കണ്ടാൽ മതി എന്ന് മാത്രമേ അതെ, പറയാനുള്ളൂ. അതെ, അതെ. അല്ലാണ്ട് ആ സാധനങ്ങൾ വിളിച്ച് പറഞ്ഞ് സോഷ്യൽ മീഡിയയോടും സാമൂഹ്യ മാധ്യമങ്ങളോടും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ ഇത് ഞങ്ങൾ മറിച്ചിടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പീരങ്കി കൊണ്ടുവന്ന് പാർലമെന്റ് കത്തിച്ചിടും. അല്ല, അവനെതിരെ കേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ആളെ ആ. കേസിട്ട് ആള് മാപ്പൊക്കെ പറഞ്ഞു. മാപ്പ്, മാപ്പ്, മാപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ആളെന്തായാലും. ഇത്തരത്തിൽ ഞാൻ ആലോചിക്കുന്നു, ഇത്രത്തോളം പൗരബോധം ഇല്ലാത്ത ഒരു തലമുറയല്ലേ ഇവിടെ ഉള്ളത് എന്നുള്ളതാ. ഇപ്പം അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള, ഏറ്റവും കൂടുതൽ വിവേകമുള്ള, അറിവുള്ള ആൾക്കാരെന്ന് പറയുന്ന പല സംസ്ഥാനങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു ബഹുമതിയും ആരാധന നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഇത്തരത്തിൽ ആന മണ്ടത്തരം വിളിച്ച് പറയുന്നത്. ഉം, മണ്ടത്തരമൊന്നുമല്ല, അവന്റെ മനസ്സിലിരിപ്പല്ല സാധനം പറയുന്നത്. ഉം. കത്തിച്ച് കളയും. ബുക്ക് എന്നൊക്കെ പറയുന്നത് ഭരണഘടനയ്ക്ക്. അതുപോലും അറിയില്ല. ആ ബുക്കൊക്കെ കത്തിച്ച് കളയണം. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്, കത്തിച്ച് കളയും ഞാൻ. ഇതൊക്കെയാണ് അവനും പിന്നെ അവൻ്റെ 2, 3 കൂട്ടുകാരും. ഇത്തരത്തിലൊക്കെയാണ് ഇവരുടെയൊക്കെ മനപ്പായസം എന്നുള്ള സാധനമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ തകർത്തെറിഞ്ഞിട്ട് ഇവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യചിഹ്നവിടെ കിടക്കുന്നുണ്ട്. ഇതിലിപ്പോ ഞാന് ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അത് ഉം. ഈ പ്രൊട്ടസ്റ്റ് സ്ഥലത്ത് നിന്നുള്ളതാണ്. അവരൊരു പ്ലക്കാർഡ് പോലെ ഒരു സാധനം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അതില് ഒരു സ്ത്രീനെ പോലെ മോദിയെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഉം. ഈ ബ്രായും ബിക്കിനി ധരിച്ചിട്ടുള്ള മോദി. സ്ത്രീയാണ്. മോദിയുടെ മൂട്ടില് ഒരാള് ഈ സാധാരണ തോക്ക് ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക ചെയ്യുന്നത്. ഉം. ആ വീഡിയോ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് വളരെ വലിയ രീതിയിൽ അപകീർത്തികരമായ രീതിയിലുള്ള കുറേ സംഗതികൾ നരേന്ദ്രമോദിക്കെതിരെ നടന്നിട്ടുണ്ട്. ഈ ഈ നരേന്ദ്രമോദിയെ കീഴ്പ്പെടുത്തണം, അയാളെ കൊന്നുകളയണം എന്നൊന്നും സി ജെ പിക്കാര് ആവശ്യപ്പെട്ടിട്ടില്ല. അവരെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, കുട്ടികളുടെ കുടുംബത്തിന്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകുക, 1 കോടി രൂപ നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു. അതൊക്കെ ആ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചു. പക്ഷേ അവർക്കില്ലാത്ത ഡിമാൻഡുകൾ ഇത്തരത്തിൽ എവിടെ നിന്ന് രൂപപ്പെട്ടു, അതെങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതൊക്കെയുള്ളത് പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. മോദിയെ വിമർശിക്കാം തീർച്ചയായിട്ടും. ഇതിപ്പോ എന്താണ്, ഈ ആർ എസ് എസിന്റെ വിമർശനത്തിന് ആരും അതീതരല്ല. അല്ല, ആരും അതീതരല്ല. മോദിയെ തീർച്ചയായിട്ടും വിമർശിക്കുക തന്നെയാണ് വേണ്ടത്. ആർ എസ് എസിന്റെ മോഹൻ ഭാഗവത് കഴിഞ്ഞ അദ്ദേഹം പോലും ദിവസം അതെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പം പല സംഘികളും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പല വാക്കുകളും. ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? ഇദ്ദേഹം സംഘപരിവാറിന്റെ ആള് തന്നെയാണോ? ആർഎസ്എസ് ചീഫ് തന്നെയാണോ? എന്നൊക്കെ പലരും സംശയം ഉന്നയിക്കുകയാണ് അദ്ദേഹത്തിന്റെ പല വാക്കുകളും കണ്ടിട്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അതോറിറ്റിയെ ചോദ്യം ചെയ്യണം എന്നാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങള്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് നമ്മള് കാണിച്ചതാണ്. ഉം. അതായത് ആജ്ഞയല്ല വേണ്ടത്, ഉം. സമവായമാണ്, വിദ്യാർത്ഥികളെ കേൾക്കണം. വിദ്യാർത്ഥികളെ കേൾക്കണം. ഈ വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഉം. ആ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് മോദിക്കെതിരെ അല്ല ഇത് പറഞ്ഞത് നമുക്ക് പറയാനും പറ്റില്ല. ഡയറക്റ്റ് ആയിട്ട് എന്തായാലും മോഹൻ ഭാഗവതിന് മോദിയെയും ബി ജെ പിയും ചീത്ത വിളിക്കാൻ പറ്റില്ല. ഉം. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതിനങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട്
ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മോഹൻ ഭാഗവത് RSS നടത്തിയതുകൊണ്ട് ഇതിനെ ബാക്ക് ചെയ്തത് CJP പ്രൊട്ടസ്റ്റിനെ ബാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്തുണ കൂടി ഈ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സംശയം ജനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അല്ല, ഇത്തരത്തിലുള്ള മണ്ടന്മാരുണ്ടാകുമ്പോൾ തന്നെ ഇതേപോലെ തന്നെ വലതുപക്ഷത്തുള്ള ഇത് എന്താ പറയുക, TG മോഹൻദാസിനെ പോലത്തെ വിവരദോഷികൾ ഒരുപാടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഇഫ് ഹി വാസ് ദ PM ഹി വിൽ ഇമ്പോസ് ദ കർഫ്യൂ. ഇവൻ പറഞ്ഞ സാധനമാണ്, ഇഫ് ഐ വാസ് ദ PM ഇൻ ദ ദെൻ ഐ വിൽ ഇമ്പോസ് ദ കർഫ്യൂ. ഞാനവിടെ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. മാത്രമല്ല ഏകദേശം 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ വെക്കുന്നുള്ളത് മാത്രമല്ല 3 പ്രാവശ്യം അവരോട് അവിടെ വിട്ടു പോകാൻ പറയും. എന്നിട്ട് അവരത് കേട്ടില്ലെങ്കിൽ ദെൻ ഐ വിൽ ഷൂട്ട് ദം. ഞാൻ ഷൂട്ട് ചെയ്യും. അതിന് ഉത്തരവിടും. ഉത്തരവിട്ടതിന് ശേഷം ഒരുപാട് ശവകുടീരങ്ങൾ, ശവശാലങ്ങൾ, അതൊക്കെ പാടെ പെറുക്കിയും വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി തള്ളും. ഇങ്ങനെ പറഞ്ഞ ഒരു വലതുപക്ഷ BJP കാരനും അവിടെ ഉണ്ട്. അദ്ദേഹം പരസ്യമായി മാധ്യമത്തിൽ സാധനം കിടക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, പ്രധാനമന്ത്രി പണ്ട് ഗുജറാത്തിൽ കുറേ എണ്ണം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ഒതുക്കിയത് ആ പ്രധാനമന്ത്രിക്ക് ഇതെന്ത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടുള്ള, അത് എന്തുകൊണ്ട് ചെയ്തില്ല. വളരെ ഇത് സങ്കടത്തോടു കൂടി ഈ സാധനം പറയുന്നത് അദ്ദേഹം. ഇതിപ്പം RSSന്റെ മോഹൻ ഭാഗവത് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് അവരുടെ വ്യാഖ്യാനമായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. TG മോഹൻദാസ് ചേട്ടനൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ RSSനെ പോലും ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമേ ഇത്തരം പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങൾക്ക് സഹായകരമാകൂ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മണ്ടൻ സംഘികൾ എന്ന് പലരും നിങ്ങളെയൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു നിലപാടാണ് മോഹൻ ഭാഗവത് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LGBTQ+ കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിക്ക് ഈക്വൽ ഡിഗ്നിറ്റി, അതോടൊപ്പം തന്നെ ഈക്വൽ സ്പേസ്, പ്ലേസ് ഇത് ലഭിക്കേണ്ടതുണ്ട്, ഇത് വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ്. വളരെ വലിയ മാറ്റം തന്നെയാണ്. വലിയ വിശാലമായിട്ടുള്ള നിലപാടാണ്. കാരണം റൈറ്റ് വിങ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഈ വലതുപക്ഷക്കാർ എപ്പോഴും, ഇപ്പം അതിപ്പോൾ വലതുപക്ഷം എടുക്കുമ്പോൾ നമ്മൾ ഇത്ര മാത്രം അമേരിക്കയിൽ വലതുപക്ഷം അത് ട്രംപാണ്. ട്രംപ് എക്കാലത്തും LGBTQ, ഈ ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ, ഈ കമ്മ്യൂണിറ്റിക്ക് എതിരാണ് അദ്ദേഹം. എന്നും എക്കാലത്തും അദ്ദേഹം നിയമം പ്രഖ്യാപിച്ചതുപോലെ ഈ ഇനി മുതൽ 2 കമ്മ്യൂണിറ്റി ഉള്ളൂ. അത് മെൻ ആൻഡ് ഫീമെയിൽ. അതായത് മെയിലും ഫീമെയിലും മാത്രം. അതിനപ്പുറത്തോട്ട് ഇനി വേറൊരു കമ്മ്യൂണിറ്റി അവിടെ ഇല്ല എന്നുള്ള ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വലതുപക്ഷ രാഷ്ട്രീയ കക്ഷിയാണ് ട്രംപ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ വലതുപക്ഷമാണ് BJPയും RSSും. അവർക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നു എന്നുള്ളത്, അവരുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം വന്നു എന്നുള്ളത് തന്നെയാണ്. അത് പക്ഷേ മറ്റു പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വിഷമകരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജനാധിപത്യ സമൂഹമാണ്. അപ്പം ഈ മോഹൻദാസ് ചേട്ടനെ പോലുള്ളവരൊക്കെ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് അതല്ല അദ്ദേഹം പറയുന്ന പറയുന്നത്. ഒരു കാര്യം, കുറെ ആൾക്കാർ അല്ല, അദ്ദേഹത്തുമായിട്ട് ഇടപഴകിയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ചും കൂടി വിസിബിലിറ്റിക്കും കുറച്ചും കൂടി ആളുകളിലേക്കും എന്ത് എത്തിപ്പെടാൻ, തന്നെ ആയാലും അല്ല എത്ര വിസിബിലിറ്റി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കോൺട്രോവേഴ്സിയൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും മുമ്പും നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ TG മോഹൻദാസ് ചേട്ടൻ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആളുകൾ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് ആളുകൾക്ക് വളരെ കൗതുകമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാം. ലിറ്ററലി സെൻസിൽ ഞാൻ ഒന്ന് ഈ കരുതുന്നില്ല. പറഞ്ഞ പോലെ ഏജ് ഒരു മാറ്റർ അല്ല. ഒരു പക്ഷേ എന്നെക്കാളും ഗൗതമിനേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ട ആളായിരിക്കും. അതിന് ഞാൻ സമ്മതിക്കുന്നു. എന്നെക്കാൾ ഏജ് ഉള്ള ആളായിരിക്കും, ഗൗതമിനേക്കാൾ ഏജ് ഉള്ള. പക്ഷേ ഐ ഡിഡ്ന്റ് കോൾ ഹിം ആസ് എ ജേർണലിസ്റ്റ്. എങ്ങനെയാണ് ഒരാളെ, ഇത്തരത്തിലുള്ള ഒരാളെ ജേർണലിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്നത്? ജേർണലിസ്റ്റിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള വാർത്ത. മാത്രമല്ല ഒരുപാട് ആൾക്കാരെ വെടിവെച്ച് കൊല്ലും ഞാൻ. കുറെ ആൾക്കാരുടെ കയ്യും കാലൊക്കെ പോയിട്ട് ഡിസേബിലിറ്റി ആയിട്ടുണ്ട്. കുറെ എണ്ണത്തിന് അംഗവൈകല്യം വന്നവിടെ കിടക്കുന്നുണ്ടാവും. അവരൊക്കെ പെറുക്കി കൂട്ടി ആംബുലൻസിലിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തള്ളും. മരിച്ച കുറെ ശവകുടീരങ്ങൾ, ശവങ്ങൾ അവിടെ ഉണ്ടാവും. ശവങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആരാണോ നോക്കണം നമ്മൾ, രാജ്യത്തിന്റെ കുട്ടികളാണ്. നാളെയുടെ ഈ പറഞ്ഞ പോലെ ISROയുടെയും DRDOയുടെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടും ധനകാര്യായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇരിക്കേണ്ട കുട്ടികളെയാണ് ഇവർ ഈ പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനോ മകളോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ കാര്യം പറയും. അദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസത്തിന്റെ വാല്യൂ അറിയാത്ത ഒരു പരിധി വിധ നേതാക്കന്മാർ BJPയിൽ ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസം വലിയ തരത്തിലുള്ള ചോദിച്ചിട്ടാണ്. എല്ലാവരോടും ഞാൻ പറയുന്നില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അവസ്ഥ അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അവരെ പിൻപറ്റുന്ന ഇത്തരത്തിലുള്ള മോഹൻദാസിനെ പോലത്തെ ആൾക്കാരുടെ വിദ്യാഭ്യാസം അത്ര തന്നെ ഞാൻ കാണുന്നുള്ളൂ. ഇത് കുറെ പഠിച്ചിട്ട് ഇൻഫോർമേഷനും നോളജും രണ്ടും വ്യത്യാസമാണ്. അവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവരുടെ നോളജ്, വിവരം അത് വളരെ കുറവാണ്. അപ്പം നമ്മൾ തുടക്കം പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ, വെറും മനപ്പായസമാണ് സുഹൃത്തുക്കളെ. ഇന്ത്യയിൽ ബംഗ്ലാദേശ് സംഭവിക്കും, നേപ്പാൾ സംഭവിക്കും, അല്ലെങ്കിൽ ശ്രീലങ്ക സംഭവിക്കും, പാർലമെൻറ്റ് കത്തിക്കും, മോദിയുടെ വായിലും മറ്റ് പല സ്ഥലങ്ങളിലും തീയിടും എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ
വെറും മനപ്പായസം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.